ഹായ് എവരി വൺ, വെൽക്കം ടു ദീപാസ് കിച്ചൺ. ഇന്ന് നമുക്കൊരു ഗരം മസാല ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനാവശ്യമായിട്ടുള്ളത് പെരിഞ്ചീരകം, ഏലക്ക, ഗ്രാമ്പു, 2 വറ്റലുമുളക്, കറുകപ്പട്ട, തക്കോലം, ജാതിപത്രി, കുരുമുളക്. ഇനി ഇത് അളവിൽ എത്ര വേണമെന്ന് നമുക്ക് നോക്കാം. പെരിഞ്ചീരകം 50 ഗ്രാം, ഏലക്ക 25 ഗ്രാം, ഗ്രാമ്പു 25 ഗ്രാം, 2 വറ്റലുമുളക്, കറുകപ്പട്ട 25 ഗ്രാം, തക്കോലം ഒരു 7 എണ്ണം, ജാതിപത്രി ഒരു 4 എണ്ണം, കുരുമുളക് ഒരു 5 ഗ്രാം. ഇതെല്ലാം ഒന്നിച്ചെടുത്ത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതുപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിപ്പം നമുക്ക് നല്ലൊരു മണം കിട്ടുന്നുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് വരുന്നത് അതിൻ്റെ മണവും ഒന്നും നമുക്ക് കിട്ടാറില്ല. അതിൻ്റെ മണമെല്ലാം നഷ്ടപ്പെട്ട ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊടിച്ചെടുക്കാം നമുക്ക്. പക്ഷെ അതിൻ്റെ ആ യഥാർത്ഥ ഫ്ലേവർ കിട്ടണമെങ്കിൽ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് അതിൻ്റെ ഫ്ലേവർ കിട്ടുന്നത്. അങ്ങനെ പൊടിച്ചു വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെ വെച്ചിരുന്നാൽ നമുക്കൊരു 6 മാസം വരെ ഉപയോഗിക്കാം. ഇതിപ്പം നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ? ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആറിയ ശേഷം പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ആറിയിട്ടുണ്ട്, നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ 2ആയിട്ട് പൊടിച്ചെടുക്കേണ്ടി വരും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പം നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പം ഗരം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.